കാണുന്ന വലിയ റിങ് ഇതായി കളിമൺ റിങ് കിണറ്റിലേക്ക് അങ്ങ് ഇടാൻ പോവാണ്. ഈ ഒരു കിണറിലേക്ക് നമ്മൾ ഈസി ആയിട്ട് ഇറങ്ങി എന്ന് വെച്ചാല് ഈ ഒരു റിങ് ഇട്ടത് കൊണ്ട് മാത്രമാണ്. ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നല്ല വെള്ളം കുടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കാരണവന്മാര് പറയാനുള്ളത്. അതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല തണുപ്പുണ്ടാവും. പൂജയിലെ വെള്ളല്ലേ, അതുപോലെ പ്യൂരിറ്റി കിട്ടും. ഈ കാണുന്ന വെള്ളമല്ലേ ഉറവാണ്. ഈ ഉറവ് ഈ ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നല്ല വെള്ളം കുടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കാരണവന്മാര് പറയാനുള്ളത്. ഈ മണ്ണ്, ഈ നാച്ചുറൽ മണ്ണ് ചവിട്ടി തിരുമ്മിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഭക്ഷണം കിട്ടിയില്ല ഒരു നേരം വെള്ളം കുടിക്കില്ലേ? അതെ അതെ, നല്ല വെള്ളം കുടിച്ചൂടെ? ആ നല്ല വെള്ളം കുടിക്കണം. നിങ്ങൾ വെക്കണം. ഹലോ ഫ്രണ്ട്, ഈ കാണുന്ന വലിയ റിങ് ഇതായി കളിമൺ റിങ് കിണറ്റിലേക്ക് അങ്ങ് ഇടാൻ പോവാണ്. അല്ല ഇടല്ലേ, നമ്മൾ വല്ല ഇറക്കുകയാണ്. കാരണം ഇത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ റിങ് ഇങ്ങനെ ഇടണമെങ്കിൽ അതിന്റെ ഒരു ആവശ്യം എന്താന്ന് വെച്ചാല് ശുദ്ധമായ വെള്ളം കുടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനമാണ് ഈ സംഭവം. സാധാരണ രീതിയിൽ ഇതുപോലുള്ള കിണറുകളൊക്കെ വീടുകളുണ്ടാവും. അതിൽ നിന്ന് വരുന്ന വെള്ളം ഏതാന്ന് ആർക്കും അറിയാലേ. അത് തിരിച്ചറിഞ്ഞ് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടത്. സാധാരണ കോൺക്രീറ്റിന്റെ റിങ്ങുകളൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത് കളിമണ്ണിന്റെ റിങ് അല്ലേ. ഇത് പല അളവിൽ വരുമല്ലോ അല്ലെ. 6.5 സൈസിലായിട്ടൊക്കെ ഇറക്കി 6 തന്നെയാണ് ഇതിന്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ശുദ്ധമായ വെള്ളം കിട്ടൂലേ. ഇപ്പൊ ഈ ക്യാപ്പിലൊക്കെ എന്താ ചെയ്യാൻ പോവാനി? മെറ്റൽ നിറക്കും. അപ്പൊ ഈ കരി നിറക്കാം, മണല് നിറക്കാം. അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നടക്കും. വെള്ളത്തിനനുസരിച്ചാണ് അത് ചെയ്യുന്നത്. ഈ കാണുന്ന റിങ് ഇപ്പൊ നമുക്ക് താഴെ കാണാം. അടുത്ത റിങ്ങിന്റെ മേലെ കറക്റ്റ് ആയിട്ട് അങ്ങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പരിപാടിയാണ് കാണുമ്പോട്ടോ. ഇറങ്ങിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും വലിയ കിണർ ആദ്യമുള്ള കിണറാണ് അല്ലെ. ആൾറെഡി ഉള്ള കിണറിലെ മിക്ക വീടുകളിലും വെള്ളം കലങ്ങുക, അല്ലെങ്കിൽ ടേസ്റ്റ് മാറ്റം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം അത് ശുദ്ധമായ വെള്ളമല്ല എന്നുള്ളത്. അപ്പൊ ഇതുപോലെ പാടത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലെ കിണറുകളിലൊക്കെ സ്വാഭാവികമായിട്ട് കളർ മാറ്റമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ റിങ് ഇട്ടാ പോരെ എന്ന് ഒരാൾ ചോദിച്ചോണ്ടിരിക്കുക. സാധാരണ റിങ് ഇട്ടാ നടക്കോ? ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വെള്ളത്തിന് ഒരു തണുപ്പ്, ഒരു കൂളിംഗ്. തണുപ്പ് മാത്രമല്ല, അത് നമുക്ക് ഇരുമ്പിന്റെ സിമെന്റിന്റെ ഒന്നും പ്രശ്നമില്ല. നാച്ചുറൽ ആവും. പൂജയിൽ വെച്ച വെള്ളം പോലെ ആവും. അതെ, നാച്ചുറൽ വെള്ളം കുടിക്കണോ, അതാണ് ഇവിടെ ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂജയിൽ വെച്ച വെള്ളം കുടിക്കണം എന്ന് പണ്ടുള്ള ആൾക്കാർ പറയാറില്ലേ. ഒരു ചെറിയ തണുപ്പ്, ഒരു കൂളിംഗ്, ഒരു ടേസ്റ്റ്. ആ ടേസ്റ്റ് കിട്ടും. പൂർണ്ണമായിട്ട് കിണർ കളിമണ്ണാക്കി മാറ്റി കഴിഞ്ഞാല് ഈ കിണറിലെ ഇതിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് നമുക്ക് നേരിട്ടൊന്ന് ഇറങ്ങി തന്നെ കാണണം. കിണറ്റിലേക്ക് ഇറങ്ങാനുള്ള ഒരു പുറപ്പാടിലാട്ടോ. നിങ്ങൾ കൂടെ വേണം. ഏതാ മേലേക്ക് നോക്കിയേ, ഒന്ന് മേലേക്ക് കാണിച്ചു കൊടുത്തേ. ഈ ഒരു കിണറിലേക്ക് നമ്മൾ ഈസി ആയിട്ട് ഇറങ്ങി എന്ന് വെച്ചാല് ഈ ഒരു റിങ് ഇട്ടത് കൊണ്ട് മാത്രമാണ്. ഈ റിങ് വെറുതെ ഇടുന്നതല്ല. കളിമണ്ണിന്റെ റിങ് എന്ന് പറഞ്ഞാല് ശുദ്ധമായ വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റിങ് ഈ കാണുന്നതാണ്. ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വെള്ളമാവും. നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നല്ല വെള്ളം കുടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കാരണവന്മാര് പറയാനുള്ളത്. അതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല തണുപ്പുണ്ടാവും. പൂജയിലെ വെള്ളല്ലേ, അതുപോലെ പ്യൂരിറ്റി കിട്ടും. ഈ കാണുന്ന വെള്ളമല്ലേ ഉറവാണ്. ഈ ഉറവ് ഈ കാണുന്ന മെറ്റലിലൂടെ ഒന്ന് കാണിച്ചേ, മെറ്റലിലൂടെ ഫിൽട്ടർ ചെയ്തിട്ട് ഇതിനകത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു വെള്ളം ശുദ്ധമായി വരുന്നത് കേട്ടോ. നമ്മളിതാ കിണറ്റിലേക്ക് ഇറങ്ങി ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് പരിപാടിയാണ്. പക്ഷെ ഇത് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കിണറ്റിലേക്ക് ഇറങ്ങി. നിങ്ങളാരും ചാടിക്കേറി കിണറ്റിലേക്ക് എന്നെ പോലെ ഇറങ്ങില്ല കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് എന്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കണ്ടോളി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കളിമൺ റിങ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം കളിമൺ റിങ് ആണ്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് മോഡലുണ്ട്, ഒരുപാട് സൈസ് ഉണ്ട്. ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നാച്ചുറൽ കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെയൊക്കെ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കളിമണ്ണാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. ഈ മണ്ണ്, ഈ നാച്ചുറൽ മണ്ണ് ചവിട്ടി തിരുമ്മിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഈ രീതിയിലാണ് ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ. വളരെ വേഗത്തിൽ ഉണ്ടാക്കാം. ഇത് എത്ര സമയം എടുക്കുന്ന പറഞ്ഞേ? അരമണിക്കൂർ കൊണ്ട് ഒരു റിങ് ഉണ്ടാക്കും. അങ്ങനെ പല സൈസിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് റിങ് മാത്രമല്ല, കലമൊക്കെ ഉണ്ടാക്കുന്ന ഇവരുടെ ഒരു ഏരിയയിൽ തന്നെ കേട്ടോ. ഇവിടുന്ന് നേരെ അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ചൂളയിലേക്ക് പോവാണ്. ചൂളയിലേക്ക് പോകുന്നതിന് മുമ്പ് മണ്ണ് ആദ്യം നന്നായിട്ട് കുഴച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തുന്നത്. കിണറ്റിൽ നിന്ന് കയറി വരിക കേട്ടോ. അപ്പം മൊത്തം ചളിയൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണം.
ഈ കാണുന്നതൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ നടക്കും. കേരളത്തിൽ എവിടെയാണെങ്കിലും വില സർവീസ് കിട്ടും. കേരളത്തിൽ മാത്രമല്ല അല്ലേ, കേരളത്തിൽ എല്ലാ ജില്ലയിലും ചെയ്തിട്ടുണ്ട്, പുറത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 4-5 വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ ബേസിൽ ഒരുപാട് വർക്ക് ചെയ്തു. എല്ലാ ജില്ലയിലും ചെയ്തു. എല്ലാ ജില്ലയിലും ചെയ്യാത്ത ജില്ലകളില്ല, പുറത്തും പിന്നെ ഒരു 2 സംസ്ഥാനങ്ങളൊന്ന് തമിഴ്നാട്ടിലും കർണാടകം ചെയ്തു. അപ്പൊ മൊത്തം ഇത് കവർ ചെയ്ത് വെറുതെ പറയുന്നതല്ല കേട്ടോ. കളിമണ്ണ് എന്ന് പറഞ്ഞാല് കളിമണ്ണ് നാച്ചുറൽ കളിമണ്ണാണ്. ഒരു സൗണ്ട് കേൾക്കില്ലേ, ഇത് ചൂളയിലിട്ട് അതിന്റെ ടെമ്പർ ആണ് ആ സൗണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അത്രയും നല്ല ക്വാളിറ്റിയാണ്, അല്ലാതെ ചുവന്ന പെയിന്റ് അടിക്കുന്ന പരിപാടിയല്ല. ചൂള കത്തിക്കുന്ന അതെ, ചൂള കത്തിക്കുന്ന നമ്മളിവിടെ കണ്ടു. അതിൽ ഉണ്ടാക്കുന്ന ഈ മണ്ണിന് അതിൽ എത്ര ദിവസം വെക്കണത്? ഒരാഴ്ച ചൂള വെച്ചിട്ടാണ് കിട്ടുന്നത് അല്ലെ. ഇവിടൊക്കെ കുറെ സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്, പല സൈസുകളും വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളെ പല ആൾക്കാരും ആൾറെഡി ഉള്ള കിണറിലേക്ക് ഇറക്കുകയാണെങ്കിൽ നമുക്ക് ചെറുത് മുതൽ ചെയ്യാം. 2.5 അടി മുതൽ എത്ര അടി വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പക്ഷെ അവര് പറയുമ്പോ നമുക്ക് ഇത്ര അടി വേണമെന്നാണ്, പിന്നെ അതിന് അച്ചക്കണ്ടാക്കി ചെയ്തു കോമൺ നമുക്ക് ഒരു 6,500 ഒക്കെ വരാനുണ്ട്. ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ, നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കളിമൺ റിങ്ങാണ്. കളിമണ്ണ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്, നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ വെള്ളം ആ രീതിയിൽ നമുക്ക് ശുദ്ധീകരിച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഈ കളിമണ്ണ് കൊണ്ടുള്ള റിങ്ങിൽ തന്നെ കുടിച്ചാലേ ഞങ്ങൾക്ക് വെള്ളം ഇറങ്ങിയല്ല, നമുക്ക് കോൺക്രീറ്റ് റിങ്ങിൽ കുടിച്ചാൽ പോരെ എന്ന് ചോദിക്കുക. എന്താണ് നിങ്ങൾ ആ ചോദ്യത്തിന് എങ്ങനെ നേരിടുക? കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയണം, അതിൽ ഇരുമ്പ് പിന്നെ സിമെന്റ് ഒക്കെ ഉണ്ടാവും. സിമെന്റ് ഉണ്ടാവും. അപ്പൊ അതിലുള്ള വെള്ളം കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതിലുള്ള വെള്ളം കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ മൺപാത്രത്തിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, അലുമിനിയത്തിൽ ഉണ്ടാക്കുന്നു, വ്യത്യാസങ്ങളില്ലേ? അപ്പൊ രോഗങ്ങൾ അതിലുണ്ടാവും, പക്ഷെ ഇതില് രോഗങ്ങളില്ല. ഒരുപാട് ആൾക്കാർ മൺപാത്രങ്ങളിൽ ഇപ്പം സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, അലൂമിനിയം പാത്രങ്ങൾ ഒഴിവാക്കിയിട്ട് മണ്ണിലേക്കൊക്കെ. പഴയ കാലത്ത് നമ്മള് മണ്ണിന്റെ കിണറുന്ന ഒരു അന്ന് കോൺക്രീറ്റ് കുറെ മുന്നേ അന്ന് കല്ലായിട്ടൊക്കെ കിട്ടുന്നത്. അപ്പൊ അന്ന് കല്ലായിട്ടൊക്കെ കിട്ടുന്നൊക്കെ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അന്നൊക്കെ നമ്മൾ വെള്ളം മുക്കിയിട്ടാ കുടിച്ചിരുന്നത്. മുക്കി കുടിക്കുമ്പോൾ അങ്ങനെ ഒന്നും പ്രശ്നം തന്നെ അല്ല. ഇന്നൊരു കോൺക്രീറ്റ് നിങ്ങൾക്ക് ഒരു വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് ധൈര്യം വരും. യാഥാർത്ഥ്യമാണ്. അതിലൊരു അസുഖങ്ങളുണ്ടാവും, മിക്കവാറും ഉണ്ടാവും. എന്താ വെച്ചാൽ അത് കോൺക്രീറ്റിന്റെ ഉള്ളിൽ എന്താ കെട്ടി നിൽക്കുന്ന വെള്ളം അല്ലേ. കോൺക്രീറ്റിന് കാലാകാലം വർഷങ്ങളോളം കെട്ടി നിൽക്കുന്ന പിന്നെ വെള്ളം. പക്ഷെ ഇതിലൊക്കെ കെട്ടി നിന്നാല് വെള്ളം ടേസ്റ്റ് കൂടും ചെയ്യും, തണുപ്പ് കൂടും, അതിന്റെ രുചി വ്യത്യാസം. കൂജയിൽ വെച്ച വെള്ളം എന്ന് പറയാറില്ലേ, അതുപോലെയാണ് ഇതുപോലുള്ള റിങ്ങില് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്യൂരിറ്റി, ആ ഒരു തണുപ്പ് അത് കിട്ടൂലേ. ഇപ്പൊ ഇതിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളം ശുദ്ധമല്ലാത്ത ഏരിയകൾ ഉണ്ടാവും, കലക്കുകൾ പോവും, അതുപോലെ ടേസ്റ്റ് മാറ്റം, അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് അല്ലേ. നാച്ചുറൽ എക്സ്ട്രാ ഫിൽറ്ററിംഗ് ഒന്നും ഇല്ല കേട്ടോ, നാച്ചുറൽ ഫിൽറ്ററിംഗ് ആണ് ഇതിൽ നടക്കുന്നത്. വീടുകളിലെ കിണറുകളിൽ ഇതുപോലുള്ള റിങ്ങുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ശുദ്ധമായ വെള്ളം കിട്ടണം എന്നുള്ള കാര്യം, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പലരും കോൺക്രീറ്റ് റിങ്ങുകൾ അല്ലെങ്കിൽ നോർമൽ കിണറുകളാണ് ഉപയോഗിക്കുക. ഇതില് വീടുണ്ടാക്കാൻ ഒരുപാട് പൈസ എളുപ്പം അല്ലേ, അതിന് സംശയമൊന്നുമില്ല. അതിന്റെ ചെറിയൊരു ശതമാനം മാത്രമേ വെള്ളത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടതുള്ളൂ. അതാണ് ഇതിൽ നടക്കുന്നത്. അതെന്താ വെച്ചാല് വീട് പറഞ്ഞാല് മോടി പിടിപ്പിക്കല. അതെ, നമ്മളെ സൗകര്യം ആൾക്കാർ കാണുമ്പോ അത് നല്ല വീടാന്നുള്ളത് മാത്രം കാണണം എന്നുള്ളത് ആകർഷണം മാത്രമാണ് അല്ലേ. നമ്മളിപ്പോ എന്ത് വെറൈറ്റി എല്ലാവരും ചിന്തിക്കുന്നത്, പക്ഷെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. കുടിക്കുന്ന വെള്ളം ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത്. ആ ചോദ്യം കറക്റ്റ് ആണ്. കുടിക്കുന്ന വെള്ളമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വീടിനെക്കാട്ടും ശ്രദ്ധിക്കേണ്ടത് കുടിക്കുന്ന വെള്ളം. നമ്മൾ ഡെയിലി വെള്ളം കുടിക്കുക. ഭക്ഷണം കിട്ടിയില്ല ഒരു നേരം വെള്ളം കുടിക്കില്ലേ, നല്ല വെള്ളം കുടിച്ചൂടെ? ആ നല്ല വെള്ളം കുടിക്കണം, ഇങ്ങനത്തെ റിങ് വെക്കണം. ഇവിടെ കുറെ ഉണ്ടല്ലോ, ഇതിപ്പോ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണെന്ന് തോന്നുന്നത്. എത്ര സമയം എടുത്തു ഇതൊക്കെ സ്റ്റോക്ക്? ഇതിപ്പോ ഒരു വർഷം ഇത്ര. അതെ, അതിന്റെ സ്റ്റോക്കാണ് കേട്ടോ. അങ്ങനെ പാഞ്ഞു വന്ന് കുറെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. നിങ്ങളവിടെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ, ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കളിമൺ റിങ്ങുകൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ എവിടെയും കൊണ്ടുവന്ന് ചെയ്തു തരും, ഫിറ്റ് ചെയ്ത് തരും. നേരിട്ട് വന്ന് കാണണമെങ്കിൽ നമ്മൾ കുറ്റിപ്പുറമാണല്ലോ അല്ലെ. കുറ്റിപ്പുറം കണ്ണൂരുണ്ട് അല്ലേ. കണ്ണൂർ നമുക്കൊരു എവിടെ പറഞ്ഞത് ചെറുപുഴ എന്ന് പറഞ്ഞ ചെറുപുഴ എന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന്റെ ഒരു 7 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ചെറുപുഴ എന്ന് പറഞ്ഞൊരു പണ്ടിച്ചാൽ എന്നൊരു സ്ഥലം, അവിടെ ഒരു ഗ്രാമത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തൃശ്ശൂരും ഉണ്ടോ? അപ്പൊ ഇനി ടെൻഷനില്ല, നിങ്ങൾക്ക് ഏകദേശം ഈ ഏരിയകളിലൊക്കെ ഉണ്ട്, പോയി നേരിട്ട് കാണാം. എനിക്ക് തോന്നേ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നല്ല കാണേണ്ടത്, നിങ്ങൾ ചെയ്ത വീട്ടുകളിൽ അവരുടെ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെ. വിളിച്ചാല് പോയി കണ്ട് സംസാരിക്കാലോ. പിന്നെ വെള്ളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇനി എന്തിനും ടെൻഷൻ അടിക്കണം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നേരെ വെച്ചോളൂ, ഉപയോഗിച്ചോളൂ.